Welcome to Standard 10 Mathematics class, Chapter 2 Circles, page number 54 problems ആണ്. Question number 5. In the picture, O is the center of the circle and ABC are points on it. Prove that angle OSC plus angle ABC is equal to 90 degree. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, സർക്കിളിൻ്റെ സെൻറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഒ എസ് സി എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ്. ആംഗിൾ ഒ എസ് സി പ്ലസ് ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ വരും. ആംഗിൾ ഒ എസ് സി പ്ലസ് ആംഗിൾ എ ബി സി 90 ഡിഗ്രി എന്ന് തെളിയിക്കണം. അപ്പോൾ ഇവിടെ ഒ എയും ഒ സിയും ഒരേ സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് ഈ ആംഗിൾസ്, അതായത് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളായിട്ട് വരും. ട്രയാങ്കിൾ ഒ എസ് സി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളായിട്ട് വരും. അപ്പോൾ ആംഗിൾ ഒ എസ് സിയും ആംഗിൾ ഒ സി എയും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ഡിഗ്രി എന്ന് എടുത്താൽ ഇതും എക്സ് തന്നെയായിരിക്കും. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അതുകൊണ്ട് ഈ ആംഗിൾ എത്ര വരും? 180 മൈനസ് എക്സ് മൈനസ് എക്സ്, അതായത് 180 മൈനസ് 2x വരും ഈ ആംഗിൾ. ഇനി ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ 180 മൈനസ് 2x. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്ക് സബ്റ്റെൻഡ് ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി, 180 മൈനസ് 2xൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 90 മൈനസ് എക്സ് വരും ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 മൈനസ് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ഒ എ ഈസ് ഈക്വൽ ടു ഒ സി, റേഡിയോ ഓഫ് ദി സെയിം സർക്കിൾ. ദെർഫോർ ആംഗിൾ ഒ എസ് സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ, അത് എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ സിൻസ് ട്രയാങ്കിൾ ഒ എസ് സി ഈസ് ഐസോസെലസ്, ട്രയാങ്കിൾ ഒ എസ് സി ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ഒ എസ് സി പ്ലസ് ആംഗിൾ ഒ സി എ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ. ഇനി ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ഒ എസ് സിക്ക് വരെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ആംഗിൾ ഒ സി ഐ എക്സ് തന്നെ. അപ്പോൾ ആംഗിൾ എ ഒ സി പ്ലസ് എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, അതായത് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x. ആംഗിൾ എ ഒ സി പ്ലസ് 2x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ ഒ സി ഇസ് ഈക്വൽ ടു 180 മൈനസ് 2x. ദെയർഫോർ ആംഗിൾ എ ബി സി, ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാഫ് വരും, ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ്. അപ്പോൾ ഇത് 180 മൈനസ് 2x ആയതുകൊണ്ട് ഇത് 180 മൈനസ് 2x ഹോൾ ബൈ 2 എന്ന് കിട്ടുന്നു. അപ്പോൾ 180 ബൈ 2 2x ബൈ 2, അതായത് 90 മൈനസ് എക്സ് എന്ന് കിട്ടുന്നു. അപ്പോൾ ആംഗിൾ ഒ എസ് സി പ്ലസ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 90 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 90. നമ്പർ 6. Draw a triangle of circumradius 3 cm and 2 of its angles 37.5 and 32.5. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിൻ്റെ സർക്കം എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ, ആ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആകുന്ന രീതിയിൽ 2 ആംഗിൾസ് 37.5 വരണം, 32.5 വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കുന്നു. പിന്നെ ഈ സർക്കിൾ റേഡിയസ് ജോയിൻ ചെയ്യുന്നു. ഇനി നമ്മൾ 32.5 ടോയ്സ്, 32.5 ടോയ്സ് എന്ന് പറയുമ്പോൾ 32 64 ഹാഫ് പ്ലസ് ഹാഫ് 1 കൂടെ 65 ഡിഗ്രി, 65 ഡിഗ്രി ഉള്ള ഒരു കോൺ ഇവിടെ വരയ്ക്കണം. 65 ഡിഗ്രി അടുത്ത് 0 തുടങ്ങുന്ന സ്കെയിൽ എടുക്കുക, 65 ഡിഗ്രി അടയാളപ്പെടുത്തുക. 37ൻ്റെ ടോയ്സ്, 37ൻ്റെ ടോയ്സ് 37.5 അതിൻ്റെ ടോയ്സ്,
അപ്പോൾ 74 + 1 75 ഡിഗ്രി. 75 ഡിഗ്രി മെഷർ എടുക്കുക. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ നമ്മൾ ആദ്യം വരച്ച റേഡിയസിനോട് ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ ഈ ലൈനിനോട് ചേർത്ത് വെച്ച് ഇവിടെ 75 മെഷർ എടുക്കുക. 75 ഡിഗ്രി മെഷർ എടുത്ത് വരച്ചിട്ടുണ്ട്. 75 ഡിഗ്രി. അപ്പോൾ ഇത് 65 ഡിഗ്രി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോയിൻറ്റ്സ് ABC അടയാളപ്പെടുത്താം. ഈ എയും ബിയും ജോയിൻ ചെയ്യുക. ഇത് എയും ബിയും ജോയിൻ ചെയ്യുക, ബിയും സിയും ജോയിൻ ചെയ്യുക, എയും സിയും ജോയിൻ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈ പറയുന്ന 32.5 ഡിഗ്രിയും 37.5 ഡിഗ്രിയും ആയിരിക്കും. അപ്പോൾ ഇവിടെ എയും സിയും ജോയിൻ ചെയ്തു, എയും ബിയും ജോയിൻ ചെയ്തു, ബിയും സിയും ജോയിൻ ചെയ്തു. അപ്പോൾ കിട്ടിയ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിലൂടെ കടന്നു പോകുന്ന സർക്കിളാണിത്. അപ്പോൾ അത് സർക്കിൾ. ആ സർക്കിളിൻ്റെ സെൻറ്റർ റേഡിയസ് 3 സെൻറ്റിമീറ്ററാണ്. ഈ ആംഗിൾസ് രണ്ടും, അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ നോക്കുക, ഈ കോഡ് എ ബിയുടെ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. കോഡ് എ ബി എയുടെ ഈ എൻ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണിത്. അപ്പോൾ ഇത് 75ൻ്റെ ഹാഫായ 37.5 ഡിഗ്രി ആയിരിക്കും ഇത്. അതുപോലെ ഇത് ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ബിയും സിയും എൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്ന കോഡ് ബി സി എന്ന കോഡ് ബി സിയുടെ സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രിയും അത് ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 65ൻ്റെ ഹാഫായ 32.5 ഡിഗ്രിയും ആയിരിക്കും. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ നമ്മൾ മെയ്ഡ് ചെയ്തു. അതായത് 37.5 ഡിഗ്രിയും 32.5 ഡിഗ്രിയും സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്ററുമായ രീതിയിൽ നമ്മൾ സർക്കിൾ ഫോം ചെയ്ത് കഴിഞ്ഞു. Question number 7. In the picture, AB and CD are mutually perpendicular chords of the circle. Prove that the arcs APC and BQC joined together would make half the circle. അതായത് 2 ആർക്ക് തന്നിട്ടുണ്ട്, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, സർക്കിളിലെ 2 കോഡ്സ് തന്നിട്ടുണ്ട്, എ ബിയും സി ഡിയും. അവർ മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അതായത് 90 ഡിഗ്രിയാണ് വരുന്നത്. ഈ 4 ആംഗിളും 90 ഡിഗ്രി വരും. അത് കഴിഞ്ഞ് തെളിയിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ BDQ എന്ന് പറയുന്ന ആർക്കും APC എന്ന ആർക്കും ചേർത്ത് വെച്ചാൽ സർക്കിളിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കണം. അപ്പോൾ സെമി സർക്കിൾ ആണെന്ന് തെളിയിക്കണം. സെമി സർക്കിൾ സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഈ ആർക്ക് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിളും ഈ ആർക്ക് മേക്ക് ചെയ്യുന്ന സെൻട്രൽ ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി വരും എന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആർക്ക് BQD ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ വരയ്ക്കാം. അത് എക്സ് എന്നെടുക്കുക. ആർക്ക് APC ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ അതിന് Y എന്ന് കൊടുക്കാം. let X be the central angle made by arc BQD and Y be the central angle made by arc APC. ഇനി നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്ത് തെളിയിക്കണം? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് തെളിയിക്കണം. ഫിഗർ ഒന്നുകൂടെ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ എയും ഡിയും കൂടെ ജോയിൻ ചെയ്താൽ ആംഗിൾ ADC കിട്ടും. ഈ ആംഗിൾ ADCയുടെ പ്രത്യേകത എന്താ? AC എന്ന ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളാണിത്. അപ്പോൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഇതിൻ്റെ മെഷർ. അതായത് ഇത് Y ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? Y/2 ആയിരിക്കും. ആംഗിൾ ADC ഈസ് ഈക്വൽ ടു Y/2.
അതുപോലെ തന്നെ ഇത് ഈ ആംഗിൾ ബി ഒ ഡി, ഈ സെൻട്രൽ ആംഗിൾ എക്സ്, ഇത് O എന്ന് കൊടുക്കാം. സെൻട്രൽ ആംഗിൾ ബി ഒ ഡി എക്സ് ആണ്. ഇനി ഈ ആർക്ക്, ഈ ആർക്കിൻ്റെ എൻ പോയിൻറ്റ്സ് അതായത് ആംഗിൾ ബി എ ഡി, ഈ ആർക്കിൻ്റെ ബി എന്ന എൻ പോയിൻറ്റും ഡി എന്ന എൻ പോയിൻറ്റിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ ബി എ ഡി. ഈ ആംഗിൾ ബി എ ഡി എന്ന് പറയുന്നത് ഈ സെൻട്രൽ ആംഗിളായ എക്സിൻ്റെ പകുതിയായിരിക്കും, x/2 ആയിരിക്കും. ഇനി ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ആയതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൽ സം ഓഫ് ദി ആംഗിൾസ് ഇൻ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 ആയതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ സം എന്ന് പറയുന്നത് 90 ആയിരിക്കും. കാരണം ടോട്ടൽ 180 വരണമല്ലോ, അപ്പോൾ ഇത് ഓൾറെഡി 90 ആണ്. അപ്പോൾ ബാക്കി ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്താൽ 190 കിട്ടണം. അതായത് x/2 പ്ലസ് y/2 = അല്ലെങ്കിൽ പ്ലസ് ആംഗിൾ, ഇതിനൊരു പേര് കൊടുക്കാം, AM, ആംഗിൾ AMD = 180 ഡിഗ്രി. സം ഓഫ് ദി ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് x+y² പ്ലസ് ആംഗിൾ AMD എന്ന് പറയുന്നത് 90 ഡിഗ്രി = 180 ഡിഗ്രി. Therefore x+y/2 = 180 minus 90, that is 90 degree. Therefore x+y = 2 into 90. 2 into 90 അതായത് 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ x+y എന്ന് പറയുന്നത് 180 ഡിഗ്രി കിട്ടി. അതായത് ഇതും കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്നത് ഹാഫ് ദി സർക്കിളാണ്. Therefore arcs APC and BQD joined together would make half the circle. Joined together would make half the circle.